നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് ആഴ്ചകളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിദ്യാർത്ഥി രോഷത്തിന് മുന്നിൽ ഒടുവിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അടിയറവ് പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചതിന് പിന്നാലെ വൻ വിജയം വിളംബരം ചെയ്ത് സമരത്തിന് നേതൃത്വം നൽകിയ കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്ത്. വിദ്യാർത്ഥി ശക്തി വാഴട്ടെ എന്ന മുദ്രാവാക്യങ്ങളോടെയാണ് CJP ഭാരവാഹികളും അണികളും ഈ ചരിത്ര വിജയത്തെ വരവേറ്റത്. കേന്ദ്ര ഭരണകൂടത്തിന്റെ കടുംപിടുത്തങ്ങളെ തകർത്തെറിഞ്ഞ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ മോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നുവെന്ന് അവർ പ്രഖ്യാപിച്ചു. ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള മൂന്നാം ഘട്ട നിർണായക ചർച്ചയ്ക്ക് തൊട്ടു മുൻപാണ് ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജി പ്രഖ്യാപിച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു സമരക്കാർ. ഇതോടെ വിദ്യാർത്ഥി രോഷം രാജ്യവ്യാപകമായി ആളിപ്പടരുമെന്ന് ഭയന്ന കേന്ദ്ര സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാനോട് രാജി എഴുതി വാങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലാതെ വരികയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ജന്തർ മന്ദിറിലെ സമരപ്പന്തൽ ആവേശക്കടലായി മാറി. CJP പ്രവർത്തകരും പ്രക്ഷോഭകരായ വിദ്യാർത്ഥികളും കൈകോർത്ത് ആഹ്ലാദ നൃത്തം ചവിട്ടിയാണ് വിജയം ആഘോഷിച്ചത്. ആഘോഷങ്ങൾക്കൊപ്പം തന്നെ വൈകാരികമായ നിമിഷങ്ങൾക്കും ജന്തർ മന്ദിർ സാക്ഷ്യം വഹിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മനം നൊന്ത് ജീവനൊടുക്കേണ്ടി വന്ന നിരപരാധികളായ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ ദീപങ്ങൾ തെളിയിച്ചാണ് CJP നേതാക്കളും വിദ്യാർത്ഥികളും പ്രണാമം അർപ്പിച്ചത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ജന്തർ മന്ദിർ കേന്ദ്രീകരിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച സമരം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. ഒടുവിൽ സമരം ശക്തമായതോടെ കേന്ദ്ര സർക്കാർ പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായി അംഗീകരിക്കാൻ നിർബന്ധിതരായി. തങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും തർക്കരഹിതവുമായ ആവശ്യമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയെന്നും അത് നേടിയെടുക്കാൻ കഴിഞ്ഞത് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഉജ്ജ്വല വിജയമാണെന്നും CJP വ്യക്തമാക്കി. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ മുഴുവൻ കള്ളക്കേസുകളും തിരികെ പിൻവലിക്കുമെന്ന് ഉറപ്പ് കേന്ദ്രം നൽകി. പരീക്ഷാ ചോർച്ചയെ തുടർന്നുണ്ടായ മാനസിക വിഷമത്തിൽ ജീവനൊടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരവും സാമ്പത്തിക സഹായവും ലഭ്യമാക്കും. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഐക്യത്തോടെയുള്ള പോരാട്ടങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും CJP ഭാരവാഹികൾ വ്യക്തമാക്കി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായ അധ്യായമാണ് CJPയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രക്ഷോഭം എഴുതിച്ചേർന്നിരിക്കുന്നത്. ജന്തർ മന്ദിറിലും ഡൽഹി തെരുവുകളിലും പോലീസിന്റെ ക്രൂരമായ ലാത്തിച്ചാർജും പെല്ലറ്റ് പ്രയോഗവും നേരിട്ടിട്ടും ഒരടി പോലും പിന്മാറാതെ പൊരുതിയ വിദ്യാർത്ഥി സമൂഹത്തിന് മുൻപിൽ ഭരണകൂടം പൂർണ്ണമായും തലകുനിക്കുകയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന രാജിയോടെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് നീറ്റ് ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും വലിയ ആശ്വാസത്തിലാണ്. തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സമരം ചെയ്ത യുവതലമുറ നേടിയെടുത്ത വിജയം വരും ദിവസങ്ങളിൽ രാജ്യത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കും.